Hey guys and welcome to Mad Minds. So Chatta Pacha Buddy. ഇപ്പോൾ പോയി കണ്ടു വന്നേ ഉള്ളൂ ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് പടം. ഇതിൻ്റെ സ്കെയിൽ, മാഡ്നെസ് എല്ലാം 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 പൊളി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ ഫ്രണ്ട്സ് ഉണ്ട് ഈ പടത്തിന് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു കുറച്ച് ടീമുകൾ ആക്ച്വലി. സോ അവരുടെ കൂടെയാണ് പോയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈവൻ മൈ നോർത്ത് ഇന്ത്യൻ വൈഫ്, അവൾക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത ടെക്നിക്കൽ ടീം ഗായ്സ്, ഇതാണ് വർക്ക്. നമ്മൾ ഇതാണ് തിയേറ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം പോയിന്റ് ടു പോയിന്റ്. അതായത് ഈ പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ടെക്നിക്കൽ ടീമിൻ്റെ വർക്ക് ഈസ് ബ്രില്യൻറ്റ്. ഓക്കെ, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ആനന്ദ് ശ്രീചന്ദ്രൻ. ബഡി വിഷ്വൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാം കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. പിന്നെ എഡിറ്റിംഗ് ബൈ പ്രവീൺ പ്രഭാകർ, ഗുഡ് വർക്ക് ബ്രോ. ആർട്ട് ഡയറക്ഷൻ ബൈ സുനിൽ ദാസ്, കോസ്റ്റ്യൂം മെൽ വിജയ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെയും പറയണം, കാരണം സൂപ്പർബായി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പേര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കുറേ പറയണം, കാരണം എല്ലാവരുടെയും സൂപ്പർ വർക്ക് ആയിരുന്നു അതിൽ. സോ ഇങ്ങനെ ഈ ഒരു ടീമാണ് ഇതിൻ്റെ ശരിക്കും ഒരു ബാക്ക് ബോൺ. അതായത് എല്ലാ പടത്തിലും ഇവർ തന്നെയാണ് ബാക്ക് ബോൺ, ഈ ടെക്നിക്കൽ ടീം. പക്ഷേ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന സപ്പോർട്ടാണെങ്കിലും ശരി, വർക്ക് ആണെങ്കിലും ശരി, ഡാം ബ്രോ, ഇതിന് അത്ര അപ്രിസിയേഷൻ ചെയ്തേ പറ്റൂ. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എവറിഥിങ് ആൻഡ് യു ഗൈസ് ഡിസേർവ് ഇറ്റ്. ഫിലിം ഈസ് ഡയറക്റ്റഡ് ബൈ അദ്വൈത് നായർ. ആളുടെ വേറെ പടങ്ങൾ ഉണ്ടോ ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, നോക്കി തന്നെ വേണം. പക്ഷെ ബൈ നിങ്ങളുടെ ഇമാജിനേഷൻ ആണെങ്കിലും ശരി, ദ വേ യു പ്രസൻറ്റഡ് ഇറ്റ്, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത രീതിയാണെങ്കിലും ശരി, വർത്ത് ഇറ്റ് മാൻ, വർത്ത് ഇറ്റ്. ഓരോ ടിക്കറ്റിനും ഈ പടം വർത്താണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു ആൻഡ് യുവർ ടീം സ്പെഷ്യലി. ആൻഡ് താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു പടം ഞങ്ങൾക്ക് തന്നതിന്. ശരിക്കും ഈ ട്രെയിലർ കണ്ട പോലെ തന്നെ ഈ WWE ടൈപ്പാണ്. ലൈക്ക് ഈ ചെറുപ്പത്തിൽ WWE കണ്ട് വളർന്ന കുട്ടികൾ, എന്നെ പോലെ കണ്ടു വളർന്നവരാണെങ്കിൽ ഈ കസിൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും WWE സ്റ്റൺസും കാര്യങ്ങളും ട്രൈ ചെയ്ത് കളിച്ചവരാണെങ്കിൽ ബൈ, യു കൻ ലവ് ദിസ് ഫിലിം. അതായത് ഓരോ സീൻസും ഓരോ കുറേ കാര്യങ്ങളുണ്ട് ബ്രോ, നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പോയിന്റ് ടു പോയിന്റ്, ഈച്ച് ആൻഡ് എവറി സീൻ. പിന്നെ സ്റ്റൺ ടീം, കലൈ കിങ്സ്റ്റൺ ബ്രോ, നിങ്ങൾ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. പെർഫെക്റ്റ് മാൻ, പെർഫെക്റ്റ്. ലിറ്ററലി ഹി ഓൺസ് ദ ഫിലിം. കിഡിലൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട എല്ലാ സീക്വൻസസും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് മജീദ്. ഓരോ സ്കോറും ഓരോ സീനും ലെവൽ. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കംപ്ലീറ്റ് സീൻസിനും അങ്ങനെ എലവേറ്റ് ചെയ്ത് ആ ഒരു റേഞ്ചിൽ കൊണ്ടുപോകുന്നത്. അതും നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ബായി എൻജോയ് ചെയ്യും, ശരിക്കും എൻജോയ് ചെയ്തു. സോ എഗെയിൻ ഹാറ്റ്സ് ഓഫ് ഫോർ യുവർ വർക്ക് മുജീബ്. കാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ എല്ലാ പടത്തിലും പോലെ സൂപ്പർ. റോഷൻ മാത്യു എഗെയിൻ അനദർ ഗ്രേറ്റ് ആക്ടർ, ആളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിശാൽ നായർ, എൻ്റെ ബായ്, ആ ചങ്ങായി ഓരോ സിനിമ തീരും തോറും നെക്സ്റ്റ് ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആളുടെ സ്വാഗും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആളുടെ റോൾ. എന്തായാലും തിയേറ്ററിൽ ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യും ആളുടെ റോൾ. എല്ലാവർക്കും അറിയുന്നൊരു ക്യാമിയോ ഉണ്ട്, ഞാൻ പറയുന്നില്ല, സ്റ്റിൽ എല്ലാവർക്കും അറിയും. സോ ആ പാട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പടം ശരിയൊരു പ്യോർ ജോമാണ്. അതായത് ഇമോഷൻസ് ആണെങ്കിലും കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഫൺ സീൻസ് ആണെങ്കിലും സൂപ്പർബായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസസ് ഒബ്വിയസ്ലി അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതായത് എല്ലാ രീതിക്കും ഈ പടം കിഡിലാണ്. ആരെ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ഫാമിലിയിലാണെങ്കിലും ശരി, കസിൻസൊക്കെ ആയിട്ടൊക്കെ പോയാൽ ബായ് നിങ്ങൾ വളരെ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യും. സോ ആൻഡ് മെയിൻ തിങ്, ഇതൊരു തിയേറ്റർ വാച്ചാണ്. ഓക്കെ, സോ ഡോണ്ട് മിസ് ഇറ്റ്. വീക്കെൻഡ്സ് ആണ് വരാൻ പോകുന്നത്. സോ പ്ലീസ് ഗോ വിത്ത് യുവർ ഫ്രണ്ട്സ്, കസിൻസ്, വാട്ട് എവർ, ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. ഡോണ്ട് വെയിറ്റ് ഫോർ OTT റിലീസ് ഓർ സംതിങ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം
പറയാൻ തുടങ്ങിയവനെ കുറേ കാര്യങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അമ്മാരി വർക്കാണ് ഈ പടത്തിൽ എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്നത്. സോ മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അഗെയിൻ വീക്കെൻഡ്സ് ആണ് വരാൻ പോകുന്നത്. സോ ചാൻസ് ബ്രോ, മിസ് ചെയ്യേണ്ട. ടിക്കറ്റൊക്കെ ഇനി കിട്ടിയില്ല, വേറെ സീനിൽ സെല്ലാവുന്ന സീനായിരിക്കും. സോ എത്രയും പെട്ടെന്ന് പോയി കാണുക. സോ എൻജോയ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ വേറെ ലാംഗ്വേജ് വീഡിയോസും ഞങ്ങളുടെ വേറെ ചാനൽസിലുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. ഇനി ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ.